നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ യുകെയിലെ പാർലമെന്റിൽ ചാൾസ് രാജാവ് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയിരുന്നു. സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ മന്ത്രിസഭ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം 39ഓളം പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം അവിടെ വിവരിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മളെല്ലാവരും ആഘോഷയോടെ കാത്തിരുന്ന ഇപ്പോൾ യു കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ NHSലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും വലുതായിട്ട് ഒരു കാര്യങ്ങളും ഇന്നലെ അവർ പ്രഖ്യാപിച്ചില്ല. ഇപ്പൊ NHSലെ വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി 7 ലക്ഷത്തിന് മുകളിലൊക്കെ ആയിട്ട് കൂടിയതായിട്ടാണ് വാർത്ത വരുന്നത്. അതുപോലെ തന്നെ 2 വർഷത്തോളം ഒക്കെ സ്കാനിങ്ങിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. കാരണം അതിനെക്കുറിച്ച് യാതൊരുവിധ പ്രസ്താവനകളോ ഇന്നലത്തെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു പുതിയ പദ്ധതിയും ഇന്നലെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ യു കെയിലേക്ക് സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവർക്കെല്ലാം തന്നെ ഇപ്പോൾ നേരത്തെ ഉള്ള അതേ നിയമങ്ങൾ തന്നെ ആയിരിക്കും ഇപ്പോഴും ഉള്ളത്. ഒരു നിയമമാറ്റവും വന്നിട്ടില്ല. ഇനി നമുക്കറിയാമല്ലോ, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേര് യു കെയിൽ വർക്ക് ചെയ്യുന്നത് NHSലാണ്. അതുകൊണ്ട് തന്നെ NHSലെ ഓരോ മാറ്റങ്ങളും ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, യു കെയിലെ നാഷണൽ മിനിമം വേജ് കഴിഞ്ഞ ഏപ്രിലിൽ മാറ്റിയിരുന്നു. 10 പൗണ്ട് 44 പെൻസിൽ നിന്ന് 11 പൗണ്ട് 44 പെൻസിലേക്ക് കൂട്ടിയിരുന്നു. അങ്ങനെ ആ മിനിമം വേജ് അവിടെ കൂട്ടിയപ്പോൾ NHSലെ സ്റ്റാഫിന്റെ സാലറിയിലൊന്നും മാറ്റം വരുത്തിയിരുന്നില്ല. സാധാരണ NHSലെ സ്റ്റാഫിന്റെ വേജിന്റെ പ്രഖ്യാപനം വരുന്നത് എല്ലാ ജൂലൈയിലുമാണ് തൊട്ടടുത്ത വർഷത്തേക്കുള്ള പ്രഖ്യാപനം വരുന്നത്. യു കെയിലെ പബ്ലിക് സെക്ടറിന്റെ എല്ലാം തന്നെ പേ റിവ്യൂ വരുന്നത് ജൂലൈ അവസാനത്തോടു കൂടിയാണ് അവർ അനൗൺസ് ചെയ്യുന്നത്, അത് തൊട്ടടുത്ത വർഷത്തേക്ക്. അതുകൊണ്ട് തന്നെ ഈ മാസം എൻഡോടുകൂടി 2024 2025 വർഷത്തേക്കുള്ള സാലറിയിലെ മാറ്റങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യു കെയിലെ പബ്ലിക് സെക്ടറിൽ, അതായത് ടീച്ചേഴ്സ്, പോലീസ്, അതുപോലെ തന്നെ പ്രിസൺ ഗാർഡ്സ്, നേഴ്സസ്, ഡോക്ടേഴ്സ്, ഇവരുടെ എല്ലാം സാലറി ഓരോ വർഷവും ചേഞ്ച് ചെയ്യുന്നത് ഈ പേ റിവ്യൂ ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. അന്നേരം ഈ 7ഓളം പേ റിവ്യൂ ടീംസ് ആണ് ഉള്ളത്. ആ ടീമിന്റെ എല്ലാം റിപ്പോർട്ടുകൾ ഇപ്പോൾ നിലവിലെയുള്ള രീതി അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഗവൺമെന്റിന് കിട്ടിക്കാണണം. അത് കഴിഞ്ഞ് അവർ അതിന്റെ ഫൈനൽ തീരുമാനം എടുക്കുന്നത് ജൂലൈ അവസാനമാണ്. കാരണം 2024-25 പേ റിവ്യൂ നമുക്ക് ഈ മാസം എൻഡോടുകൂടി കിട്ടും എന്നാണ് അറിയാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ യു കെയിലെ നഴ്സുമാരുടെ സാലറി എടുത്താൽ ഇവിടുത്തെ ഇൻഫ്ലേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ സാലറി ഇപ്പോൾ 6.5% കുറവാണ്. അതുപോലെ തന്നെ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും എല്ലാം സാലറി വളരെ കുറവാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ നോക്കുമ്പോൾ അവരുടെ സാലറി കമ്പയർ ടു ഗവൺമെന്റ് സെക്ടർ വരുമ്പോൾ അവർക്ക് സാലറി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ഇൻഫ്ലേഷന്റെ രീതി അനുസരിച്ച് ഇവിടുത്തെ നഴ്സുമാർക്ക് സാലറി കൊടുക്കണമെങ്കിൽ ഏകദേശം അവരുടെ സാലറി 6.5% എങ്കിലും കൂട്ടണം. അങ്ങനെ അവർ 6.5% കൂട്ടണമെങ്കിൽ ഏകദേശം 7 ബില്യൺ അവരെ എക്സ്ട്രാ ഫണ്ട് കണ്ടെത്തണം. നഴ്സുമാർക്ക് മാത്രമല്ല, ഈ പബ്ലിക് സെക്ടറിലെ എല്ലാവർക്കും കൂടി ഇത്രയും സാലറി കൊടുക്കണമെങ്കിൽ അവർ 7 ബില്യൺ എക്സ്ട്രാ ഫണ്ട് കണ്ടെത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല അവർ ഇനിയിപ്പോൾ 6.5% കൂട്ടുമോ അതോ കഴിഞ്ഞ വർഷത്തെ പോലെ കുറച്ച് മാത്രമേ കൂട്ടുകയുള്ളൂ എന്ന് അറിയില്ല. അത് ഏകദേശം ഈ മാസം എൻഡോട് കൂടി യു കെയിലെ NHSലെ സാലറി മാറ്റത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പല NHSകളിലും ഇപ്പോൾ ബാൻഡ് 3യിലേക്ക് COS കൊടുക്കാൻ മാനേജേഴ്സ് മടിക്കുന്നുണ്ട്. കാരണം ബാൻഡ് 3യുടെ സാലറി 22,863 യു കെയിലേക്ക് ഒരു സപ്പോർട്ട് വർക്കറായിട്ട് ബാൻഡ് 3 ഒരു വിസ കിട്ടണമെങ്കിൽ, അതായത് യു കെയിലുള്ളവർക്കാണ് കൂടുതലും NHSൽ നിന്ന് വിസ കിട്ടണമെങ്കിൽ അവരുടെ സാലറി 23,200 പൗണ്ട് ഉണ്ടെങ്കിലാണ് കിട്ടുന്നത്. അന്നേരം പല മാനേജേഴ്സും ഇപ്പോൾ ഈ സാലറി ക്രൈറ്റീരിയ പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ട് COS കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഒരു പേ റിവ്യൂ കഴിയുമ്പോൾ ഉറപ്പായിട്ട് എന്തായാലും അവരുടെ എല്ലാവരുടെയും, അതായത് ബാൻഡ് 3യുടെ സാലറി എന്തായാലും 23,200 മുകളിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ യു കെയിൽ വർക്ക് ചെയ്യുന്ന NHSൽ സപ്പോർട്ട് വർക്കറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പുതിയ സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അത് നമുക്ക് ഈ മാസം അവസാനത്തോടു കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി യു കെയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ കുട്ടികൾ യു കെയിലെ സ്കൂളുകളിൽ പഠിക്കുന്നു. അറിയാമല്ലോ, യു കെയിലെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളെ വിടുമ്പോൾ നമ്മളുടെ അറ്റൻഡൻസ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികൾ സ്കൂളിൽ ചെന്നില്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നമ്മൾ അവിടെ വിളിച്ചറിയിച്ചത് ഓതറൈസ്ഡ് ആബ്സെൻസ് ആക്കണം, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ. അന്നേരം നിലവിലെ രീതി അനുസരിച്ച് നമ്മൾ 3 ദിവസത്തിൽ കൂടുതൽ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലെങ്കിൽ അവർക്ക് നമുക്കൊരു ഫൈൻ തരാനുള്ള അവകാശമുണ്ട്. അവർക്ക് കൗൺസിലിനെ അറിയിക്കുകയും കൗൺസിലിൽ നിന്ന് നമുക്ക് ഫൈൻ വരും. ഇപ്പോൾ നിലവിൽ അത് ഒരു പേരന്റ്, ഇപ്പോൾ 2 പേരന്റും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ പേരന്റും ഒരു കുട്ടിക്ക് വേണ്ടി 60 പൗണ്ട് വെച്ചാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ കുട്ടി സ്കൂളിൽ പോയില്ല, നമ്മൾ 2 പേരൻസും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി 3 ദിവസത്തിൽ കൂടുതലാണ് സ്കൂളിൽ പോകാതിരുന്നതെങ്കിൽ നമുക്ക് ഫൈൻ 60 പൗണ്ട് വെച്ച് 2 പേർ കൂടെ 120 പൗണ്ട് കിട്ടും. ഇത് പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ അത് 240 പൗണ്ട് ആകും. പിന്നെയും നമ്മൾ അത് അടച്ചില്ലെങ്കിൽ നമുക്ക് ജയിലിൽ പോകാനുള്ള ഒരു അവസരം വരെ വരും. 3 മാസത്തെ ജയിൽ ശിക്ഷ കിട്ടാനുള്ള ഒരു അവസരം വരെ വരും. അന്നേരം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് സ്കൂളിൽ അറിയിക്കാനുള്ള ശ്രമം നടത്തുക. അന്നേരം ഇപ്പോൾ അത് 60 പൗണ്ട് ആണ്. അടുത്ത സെപ്റ്റംബർ തൊട്ട് അത് 80 പൗണ്ട് ആക്കിയാണ് ഗവൺമെന്റ് കൂട്ടിയിരിക്കുന്നത്. അതായത് ഗവൺമെന്റ് ഇപ്പോൾ, അതായത് നമ്മളിപ്പോൾ നമുക്ക് 2 കുട്ടികളുണ്ട്,
സെപ്റ്റംബറിന് ശേഷം നമ്മൾ 3 ദിവസത്തിൽ കൂടുതൽ 2 കുട്ടികളും സ്കൂളിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഫൈൻ ഏകദേശം 320 പൗണ്ട് ആയിരിക്കും 2 പേരൻസ് വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ 2 കുട്ടികൾക്ക് വേണ്ടി കൊടുക്കേണ്ടത്. അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ജയിൽ ശിക്ഷ വരെ കിട്ടാനുള്ള ചാൻസ് ആണ് യുകെയിലുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരുപാട് പേരൻസ് കംപ്ലൈന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഹോളിഡേക്ക് പോകണം. പക്ഷേ ഇവിടുത്തെ ഹോളിഡേ, കിഡ്സ് ഹോളിഡേ ടൈമിലൊക്കെ ഇവിടുത്തെ ഫ്ലൈറ്റ് ചാർജ് ഒക്കെ ഒരു 5 ഇരട്ടിയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നോർമലിൽ ഒരു 2000 പൗണ്ടിന് കിട്ടുന്നത് 6000 പൗണ്ട് വരെയൊക്കെ ആയിട്ടാണ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പേരൻസ് പലരും ആഗ്രഹിക്കുന്നത് അവർ ഈ സ്കൂൾ ടൈമിൽ ഹോളിഡേക്ക് പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. കാരണം 6000 പൗണ്ട് ടിക്കറ്റിന് കൊടുക്കുന്നതിന് പകരം 2000 പൗണ്ട് ടിക്കറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിദേശത്തേക്ക് ഹോളിഡേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അന്നേരം പല പേരൻസും പറയുന്നത് ഈ 6000 പൗണ്ട് കൊടുത്ത് ഹോളിഡേ ടൈമിൽ പോകുന്നതിനെക്കാട്ടി നല്ലത് 2000 പൗണ്ട് കൊടുത്ത് ടൈമിൽ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഫൈനായ 320 പൗണ്ട് അടച്ചാലും അവർക്ക് ലാഭം തന്നെയാണെന്നാണ് പറയുന്നത്. അന്നേരം ഇതിനെതിരെ ഇപ്പോൾ ഒരുപാട് പേര് മുമ്പോട്ട് വരുന്നുണ്ട് ഈ ഫൈൻ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം നമുക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പേരൻസിന് കുട്ടികളെയും കൊണ്ട് പോകാനുള്ള ഒരു അനുവാദം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട്. കാരണം ഇത്രമാത്രം ഫൈൻ വരുന്നത് ഇവിടെയുള്ള സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചോളം വളരെ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെയുള്ള സാധാരണക്കാരുടെ മക്കൾക്ക് ഒരു ഹോളിഡേക്ക് പോകണമെങ്കിൽ അവർ കിഡ്സ് ഹോളിഡേ ടൈമിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടുത്തെ ഫ്ലൈറ്റ് ടിക്കറ്റുകളുടെയൊക്കെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് സമ്പന്നരെ സംബന്ധിച്ചോളം, യുകെയിലെ ധനികരായിട്ടുള്ളവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല. അവർക്ക് അവരുടെ ഹോളിഡേ ടൈം തന്നെ പോകാനൊക്കും. കാരണം അവർക്ക് ആവശ്യത്തിന് പൈസ ഉള്ളതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് പോകുന്നതിന് പ്രശ്നമില്ല. ഇത് ഇവിടെയുള്ള സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നും പറഞ്ഞ് ഇതിനെതിരെ ഒരു ശക്തമായ ഒരു പ്രതിഷേധം ഇപ്പോൾ യുകെയിൽ നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നമുക്കറിയാമല്ലോ, യുകെയിൽ ഡിഗ്രി അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ യുകാസിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. യുകാസിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമ്മൾ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ. അങ്ങനെ യുകാസിൽ ഡിഗ്രി അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് വെക്കേണ്ടതാണ് സ്റ്റുഡൻസ് എല്ലാം. അത് ഏകദേശം 4000 വേർഡ്സ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വെക്കേണ്ടത്. ഇത് പല സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അന്നേരം യുകാസ് അടുത്ത വർഷം തൊട്ട് അതിൽ മാറ്റം വരുത്തുകയാണ്. അടുത്ത വർഷം കൊണ്ട് അവർ ഈ 4000 വേർഡ്സ് ഉള്ള സ്റ്റേറ്റ്മെന്റിന് പകരം ജസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അന്നേരം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ 4000 പേരുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ അവർ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അന്നേരം അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. വൈ ഡു യു വാണ്ട് ടു സ്റ്റഡി ദിസ് കോഴ്സ് ഓർ സബ്ജക്ട്? അതായത് നമ്മൾ ഈ കോഴ്സും ഈ ഒരു സബ്ജക്റ്റും പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിക്കുന്നത് ഹൗ ഹാവ് യുവർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് സ്റ്റഡീസ് ഹെൽപ് യു ടു പ്രിപ്പയർ ഫോർ ദിസ് കോഴ്സ് ഓർ സബ്ജക്ട്? അതായത് നമ്മളുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മളുടെ സ്റ്റഡീസും ഈ ഒരു പുതിയ കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വാട്ട് എൽസ് ഹാവ് യു ഡൺ ടു പ്രിപ്പയർ ഔട്ട്സൈഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് വൈ ആർ ദീസ് എക്സ്പീരിയൻസ് ഹെൽപ്ഫുൾ? അതായത് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ പാഠ്യേതര വിഷയങ്ങളിൽ എന്താണ് ചെയ്തിട്ടുള്ളത്, അന്നേരം അത് ഇതിനു വേണ്ടി എങ്ങനെ ഹെൽപ്ഫുൾ ആകും എന്നാണ് ചോദിക്കുന്നത്. അന്നേരം ഈ 3 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതി. പിന്നെ NHSലെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, NHSലെ റിക്രൂട്ട്മെന്റ് ഒന്നും ഇതുവരെ നിർത്തലാക്കിയിട്ടില്ല. ഇപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. എല്ലാ ആഴ്ചകളിലും യുകെയിലേക്ക് കുറച്ച് പേരെങ്കിലും നേഴ്സായിട്ട് യുകെയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പോലെ 200 300 പേര് ഒരു ബാച്ചായിട്ടല്ല ഇപ്പോൾ യുകെയിലേക്ക് വരുന്നത്. 10 20 30 പേരുള്ള ബാച്ചുകളായിട്ടാണ് പല ഹോസ്പിറ്റലുകളിലേക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ NHS ഹണ്ടിങ്ടണിൽ ഞങ്ങളുടെ ഇവിടുത്തെ NHSലെ കഴിഞ്ഞ ദിവസം 8ഓളം പുതിയ നേഴ്സുമാർ അവർ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. അതായത് കുറച്ച് എണ്ണം മാത്രമേ വരുന്നുള്ളൂ, നേരത്തെ പോലെ ബൾക്കായിട്ട് വരുന്നില്ല. അന്നേരം നിങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്കൊരു അവസരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഇപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.